ലീവ് സറണ്ടർ നൽകില്ലെന്ന് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു ഈ വിഷയത്തിൽ ധനമന്ത്രിയുടെ മറുപടി. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മലയോര മേഖലയിലെ വന്യമൃഗശല്യം തടയുന്നതിൽ വീഴ്ചയെന്നാണ് കുറ്റപ്പെടുത്തൽ. വിഷയത്തിൽ കാര്യക്ഷമമായ നടപടിയില്ല എങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കും. കർഷകരെ ഭീതിയുടെ നിഴലിൽ ആക്കിയിട്ട് ഉത്തരവാദിത്തം നിറവേറ്റിയെന്ന് സർക്കാരിന് എങ്ങനെ പറയാനാകുമെന്ന് പാംപ്ലാനി ചോദിച്ചു. ഇരിട്ടി മേഖലയിൽ 200 മീറ്റർ ഫെൻസിംഗ് നടപ്പിലാക്കണമെന്ന ദീർഘകാല ആവശ്യം പോലും നടപ്പിലാക്കിയിട്ടില്ല. ആവശ്യങ്ങൾ ചെവിക്കൊള്ളാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്നും ബിഷപ്പ് കുറ്റപ്പെടുത്തി. സർക്കാരിൻ്റെ ഭാഗത്തെ അനാസ്ഥ എന്ന് പറയുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സോളാർ ഫെൻസിങ്ങിനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയതാണ്. എന്നാൽ ഒരു 10-200 മീറ്റർ സ്ഥലം സോളാർ ഫെൻസിങ് തകർന്നു പോയപ്പോൾ അത് പുനരുദ്ധരിക്കാൻ സർക്കാരിൻ്റെ പക്കൽ ഈ ജനം ആവലാതികളും സങ്കടങ്ങളുമായി ചെന്നതാണ്. ഇന്നേ വരെ അതിനൊരു പരിഹാരമുണ്ടായിട്ടില്ല. ആനകൾക്ക് കൃഷിഭൂമിയിലേക്ക് സ്വൈര്യവിഹാരം നടത്തുന്നതിനുള്ള സാഹചര്യം സർക്കാരും വനം വകുപ്പും ബോധപൂർവം നിർമ്മിച്ചു എന്ന് ആരോപിക്കുന്നതിൽ ഈ കർഷകർ ഏറെ വേദനയോടെ പങ്കുവയ്ക്കുന്ന സത്യമാണ്. നമുക്കറിയാം, ഈ കർഷകൻ്റെ കൃഷിഭൂമിക്കും അവൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് ഭരണഘടനാപരമായി സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇത് കേവലം കൃഷിഭൂമിയിലെ വിനാശം മാത്രമല്ല, ഇവിടുത്തെ മനുഷ്യർ ഭീതിയോടെയാണ് കഴിയുന്നത്. രാവിലെ എഴുന്നേറ്റ് റബ്ബർ ടാപ്പിങ്ങിന് പോകാൻ ആളുകൾക്ക് ധൈര്യമില്ല. കാരണം എപ്പോഴാണ് കാട്ടാനയുടെ മുമ്പിൽ പെടുക എന്നത് അറിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ചുള്ള ചർച്ചകൾ സിപിഐഎമ്മിൽ തുടരുകയാണ്. നേതാക്കളുടെ പെരുമാറ്റം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ട് സംസ്ഥാന സമിതി ചർച്ച ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭരണവിരുദ്ധ വികാരവും പരാജയത്തിന്റെ കാരണങ്ങൾ ആണ് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തെറ്റുതിരുത്തൽ മാർഗരേഖയും ചർച്ചയാകും. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിശദമായ ചർച്ചയാണ് CPM സംസ്ഥാന സമിതിയിൽ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാര്യകാരണങ്ങളും എങ്ങനെ തിരിച്ചടി മറികടക്കാം എന്നതിനെ പറ്റിയുമാണ് ചർച്ച. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയും പരാജയ കാരണമായെന്ന ഗുരുതരമായ വിമർശനം CPM സംസ്ഥാന സമിതിയിലുണ്ടായി. നേരത്തെയൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ സമീപകാല CPMന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്തതാണ്. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മുഖ്യമന്ത്രിയുടെ ശൈലിയും കാരണമായെന്ന വിമർശനം നേതാക്കൾ ഉന്നയിച്ചു. കണ്ണൂരിൽ നിന്നുള്ള പ്രതികളടക്കം ഇത്തരം വിമർശനം ഉന്നയിച്ചതായാണ് സൂചന. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ടായിരുന്നു. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പ്രധാന കാരണമെന്ന് സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിലുമുണ്ട്. പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഈഴവ സമുദായം അടക്കം പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. ഇത്ര വലിയ തിരിച്ചടി പാർട്ടി കോട്ടകളിൽ പോലും ഉണ്ടാകാൻ കാരണം അതെന്നാണ് CPMന്റെ വിലയിരുത്തൽ. കേഡർ വോട്ടുകളിൽ പോലും ചോർച്ചയുണ്ടായി. പലയിടത്തും കേഡർമാർ വോട്ട് ചെയ്യാതെ വിട്ടുനിന്നു. വോട്ട് ചെയ്തവർ തന്നെ പലയിടത്തും UDFനോ അല്ലെങ്കിൽ BJPക്കോ ഒക്കെ ചെയ്തെന്ന വിമർശനവും CPMന്റെ സംസ്ഥാന സമിതിയിലും അത്തരം വിലയിരുത്തലുകളും വിമർശനപ്പുറത്തേക്ക് വിലയിരുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനത്തിൽ കൂടുതൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള ഏകപക്ഷീയമായ വിമർശനമായിരുന്നില്ല. പകരം എല്ലാ കാരണങ്ങളും ചർച്ച ചെയ്യുന്നതിൽ മുഖ്യമന്ത്രിയുടെ ശൈലിയും പരാജയത്തിന് കാരണമായെന്ന വിമർശനമാണ് പൊതുവിൽ സംസ്ഥാന സമിതിയിൽ ഉയർന്നത്. സംസ്ഥാന സമിതിയിൽ ഇന്നും നാളെയും ചർച്ച തുടരും. തെറ്റുതിരുത്തലിന് വേണ്ടി CPM സംസ്ഥാന സെക്രട്ടറി മാർഗരേഖ സംസ്ഥാന സമിതിക്ക് മുമ്പാകെ വയ്ക്കും. അതിൽ സംസ്ഥാന സമിതി കൂടി അഭിപ്രായം കേട്ട ശേഷമാകും തെറ്റുതിരുത്തൽ രേഖയ്ക്ക് അന്തിമ അനുമതി ഇനി അടുത്ത ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകുക. എല്ലാ പരാജയത്തിന്റെ എല്ലാ കാരണങ്ങളും ഇഴകീറി പരിശോധിക്കുന്ന ഒരു ചർച്ച ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മോദി സർക്കാരിനെതിരായ ജനവികാരം അത് UDF അനുകൂലമായി മാറി എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, ഭരണവിരുദ്ധ വികാരവും സംസ്ഥാനത്തെ സർക്കാരിനെതിരായ സംസ്ഥാനത്തെ പാർട്ടിക്കെതിരായ വികാരവും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി എന്ന വിലയിരുത്തലിലേക്കാണ് CPM കടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മുഖ്യമന്ത്രിയുടെ ശൈലിയും കാരണമായി എന്നാണ് CPM സംസ്ഥാന സമിതിയിൽ വിമർശനമുണ്ടായത്. ഭരണവിരുദ്ധ വികാരമാണ് പരാജയ കാരണമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത് സംബന്ധിച്ച ചർച്ചകളും മറ്റുമൊക്കെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഷാഫി പറമ്പിലിന് താൽപര്യം. ഷാഫിയുടെ അഭിപ്രായത്തിന് കോൺഗ്രസ് വഴങ്ങും എന്നാണ് സൂചന. ചേലക്കരയിൽ രമ്യ ഹരിദാസ്, KA തുളസി എന്നിവരുടെ പേരുകൾ ആണ് പരിഗണനയിൽ ഉള്ളത്.
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി പ്രഥമ പരിഗണനയിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളൊരു നിലപാടാണ് ഷാഫി പറമ്പിൽ MP സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രഥമ പരിഗണന രാഹുൽ മാങ്കൂട്ടത്തിന് നൽകണം എന്നുള്ളൊരു നിലപാടാണുള്ളത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനും എതിർപ്പില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എങ്കിൽ പോലും VT ബൽറാമിനെ പോലെ കുറച്ചുകൂടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണം എന്നാവശ്യപ്പെടുന്നവരും കോൺഗ്രസിനകത്തുണ്ട്. പക്ഷേ ഈ പ്രധാനമായും പാലക്കാട് പോലുള്ള സ്ഥലത്തിൽ CPM-ൽ നിന്ന് ഒരു വോട്ട് ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ CPM ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നതെങ്കിൽ ജയിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ VT ബൽറാമിനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ AKG വിരുദ്ധ പരാമർശം ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് CPM-ൽ നിന്ന് അത്തരത്തിൽ ഒരു സഹായം അല്ലെങ്കിൽ അത്തരത്തിലൊരു വോട്ട് ലഭിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം തന്നെയായിരിക്കും UDF-ന്റെ സ്ഥാനാർത്ഥി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ രാഹുൽ പാലക്കാട് എത്തുകയും പ്രചാരണം ആരംഭിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് കാര്യങ്ങൾ. ഇനി കൂടുതൽ ചർച്ചകൾ നടക്കുമ്പോൾ ഇനിയൊരു മാറ്റം വേണോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൂടി പരിഗണിക്കേണ്ടതുണ്ടോ എന്ന് നേതൃത്വം അങ്ങനൊരു ചിന്തയിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമായിരിക്കും ഒരു മാറ്റം ഉണ്ടാവുക. അതുവരെ നിലവിലെ സാഹചര്യത്തിൽ UDF സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് തന്നെയാണ് സജീവ പരിഗണനയിലുള്ളത്. ഒപ്പം തന്നെ BJP ഇതുവരെയും ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് വേണം എന്നുള്ള നിലപാടിലാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജില്ലാ നേതൃത്വത്തിന് ഉൾപ്പെടെ അദ്ദേഹത്തോട് വലിയ താല്പര്യം ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഈ ശ്രീധരനെയൊക്കെ പോലെ ഒരു ജനസ്വാധീനമുള്ള ജനങ്ങൾ അറിയുന്ന ഒരു ആളെ സ്ഥാനാർത്ഥിയാക്കണം. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഉപയോഗിച്ചുകൊണ്ട് നേടിയ ആ ഒരു മുന്നേറ്റം അത് പാലക്കാട് നടത്തണമെങ്കിൽ പാലക്കാടിന് പുറത്തുനിന്ന് അത്യാവശ്യം സ്വാധീനമുള്ള ഒരാൾ സെലിബ്രിറ്റി സിനിമ മേഖലയിലുള്ള ആളുകളോ അങ്ങനെയുള്ള ഒരു സാധ്യതയിലേക്ക് പോകുന്നത്. ഉണ്ണി മുകുന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അന്തിമമായ ഒരു തീരുമാനം എന്തായാലും BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. എങ്കിൽ പോലും സാധ്യതയുള്ള ആളുകളിൽ നിലവിലെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. K സുരേന്ദ്രന്റെ പേര് പോലും ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ LDF-ലേക്ക് കടക്കുകയാണെങ്കിൽ LDF-ൽ ആരാ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ പ്രമോദായിരുന്നു ദുർബലനായ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെയാണ് CPM-ൽ നിന്ന് വലിയ തോതിലുള്ള വോട്ട് ഷാഫി പറമ്പലിന് ലഭിച്ചതാണ് യഥാർത്ഥത്തിൽ BJP-ക്ക് തിരിച്ചടിയായത്. എന്തായാലും CPM അത്തരത്തിലൊരു നീക്കം നടത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. മറ്റൊന്ന് ചേലക്കരയാണ്. ചേലക്കര മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന്റെ പേരാണ് സജീവ പരിഗണനയിലുള്ളത്. രമ്യ ഹരിദാസ് മത്സരിക്കണം എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ പാലക്കാട് DCC ഉൾപ്പെടെ രമ്യക്കെതിരെ തിരിഞ്ഞൊരു സാഹചര്യം ഉണ്ടായി. ആലത്തൂരിൽ കഴിഞ്ഞ 5 വർഷക്കാലം രമ്യയുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ നേതൃത്വത്തിന് വലിയൊരു താല്പര്യമില്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രമ്യയെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ഇതിലേക്ക് പോകുന്നത്. മറ്റൊന്ന് തുളസിയാണ്. തുളസിയുടെ പേര് സജീവ പരിഗണനയിൽ ഉള്ളതാണ് ചേലക്കരയിൽ. കാരണം VK ശ്രീകണ്ഠന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ശ്രീകണ്ഠൻ MP ആയതുകൊണ്ട് തന്നെ ചേലക്കരയിൽ നിലവിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ തുളസിയെ കൂടെ അവിടെ മത്സരിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ പാർട്ടി എന്തായാലും ഒരു പുനരാലോചന എന്തായാലും നടത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ്. ഒപ്പം തന്നെ അവിടെ LDF-ൽ ആര് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും AK ബാലന്റെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രദീപിന്റെ പേര് സജീവമായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം പ്രദീപിന് വളരെ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അവിടെ കഴിഞ്ഞതാണ്. രാധാകൃഷ്ണൻ വരുന്നതിന്റെ തൊട്ട് മുമ്പ് പ്രദീപായിരുന്നു അവിടെ MLA. പ്രദീപിനോട് പൊതുവെ സാധ്യതയുള്ളതും പ്രദീപിന് വലിയ സ്വാധീനമുള്ളതുമായ ഒരു സ്ഥലം കൂടിയാണ് ചേലക്കര. അങ്ങനെ വരികയാണ് പ്രദീപിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. BJP-യിൽ നിന്ന് അതുപോലെ തന്നെ വീണ്ടും സരസുവിനെ ചേലക്കരയിൽ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം ഒരു വിഭാഗം ഉയർത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം നേതൃത്വം അംഗീകരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിൽ BJP രാഷ്ട്രീയ പോരാട്ടം നടത്തുമെന്ന് K സുരേന്ദ്രൻ. പാലക്കാടേക്കും വട്ടിയൂർക്കാവിലേക്കും K മുരളീധരനെ സ്വാഗതം ചെയ്യുന്നു എന്നും K സുരേന്ദ്രൻ പറഞ്ഞു. അല്ല, BJP ആണല്ലോ അവിടെ ശരിയായ നിലയിൽ മത്സരിക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇവർ വെറുതെ ഒരു ഷേഡ് ഓഫ് ഫൈറ്റാണ് നടത്തുന്നത് എന്നുള്ളത് ആ പ്രസ്താവനയിൽ നിന്ന് വളരെ വ്യക്തമല്ലേ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നല്ല മത്സരം ഉണ്ടാവും, നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് ഞങ്ങൾ നടത്തും. INDA മുന്നണിക്കെതിരായി NDA നടത്തുന്ന രാഷ്ട്രീയ മത്സരം ശക്തമായിട്ട് ഞങ്ങൾ കാഴ്ചവെക്കും. അല്ല, അത് പാർട്ടി പാർലമെന്ററി ബോർഡ് തീരുമാനിക്കും. പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുരളീധരനെ ഞാൻ നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു. അദ്ദേഹം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അത്ഭുതങ്ങൾ കാഴ്ചവെക്കുമെന്ന് പറയുകയും ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ അദ്ദേഹം ഇല്ലെന്ന് തോന്നുന്നു. ഇദ്ദേഹം വട്ടിയൂർക്കാവിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. വട്ടിയൂർക്കാവിലേക്ക് ഞാൻ വളരെയധികം 2 കൊല്ലം മുമ്പേ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഒന്നാന്തരം കൊള്ളക്കാരുടെ പാർട്ടിയാണ് CPI എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കും പോലെയാണ്
അഴിമതി നടത്തുന്നത്. കാനത്തിനേക്കാൾ ജാമ്യമെടുക്കലാണ് പിണറായിക്ക് വേണ്ടി ബിനോയ് വിശ്വം നടത്തുന്നത് എന്നും സുരേന്ദ്രൻ പറഞ്ഞു. അഴിമതി CPI സാധാരണ പുറത്തേക്ക് പറയുന്നത് ഞങ്ങൾ CPM-ന്റെ അഴിമതി ചോദ്യം ചെയ്യുന്നവരാണ്. പക്ഷേ ബിനോയ് വിശ്വം കാനത്തിനേക്കാൾ, കാനം മരണപ്പെട്ടു പോയി, അദ്ദേഹം നേരത്തെ എല്ലാ കാര്യത്തിലും പിണറായി വിജയന് ജാമ്യം എടുത്തു കൊടുക്കുന്ന ആളായിരുന്നു. കാനം ചെയ്തതിനേക്കാൾ കൂടുതൽ ജാമ്യം എടുക്കലാണ് CPI-യുടെ നേതാവ് ബിനോയ് വിശ്വം ചെയ്യുന്നത്. അഴിമതിക്കാരുടെ പാർട്ടിയാണ് CPI. അതുകൊണ്ട് ഇത് ഒരു പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ്, പരസ്പരം പുറം ചൊറിയുന്ന ഒരു രാഷ്ട്രീയമാണ് CPI കാണിക്കുന്നത്. അതുകൊണ്ട് അഴിമതിയുടെ കാര്യത്തിലും കോൺഗ്രസ് വിരുദ്ധതയുടെ കാര്യത്തിലും എല്ലാം, ഇപ്പോൾ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം നടത്തിയ പ്രസ്താവനയാവട്ടെ, പിണറായി വിജയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രസ്താവനയാവട്ടെ, ഇത് രണ്ടും അതാണ് കാണിക്കുന്നത്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട PP സുനീർ, ജോസ് കെ മാണി, ഹാരിസ് ബീരാൻ എന്നിവർ വിജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. നിയമസഭാ സെക്രട്ടറിയിൽ നിന്നാണ് നിയുക്ത MPമാർ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയത്. ജോസ് കെ മാണിയും ഹാരിസ് ബീരാനും നേരിട്ടും PP സുനീർ പ്രതിനിധി വഴിയും സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. 3 സീറ്റുകളിലേക്ക് 3 സ്ഥാനാർത്ഥികൾ മാത്രം ഉണ്ടായിരുന്നതിനാൽ വോട്ടെടുപ്പ് നടന്നിരുന്നില്ല. നളന്ദ സർവകലാശാല ഇന്ത്യയുടെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന്റെ പ്രതീകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റിയായിരുന്നു നളന്ദ സർവകലാശാല. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ പുതിയ ക്യാമ്പസ് ബീഹാറിലെ രാജ്ഗിറിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബീഹാറിലേക്കുള്ള ആദ്യ സന്ദർശനമായിരുന്നു മോദിയുടേത്. नालंदा केवल भारत के ही अतीत का पुनर्जागरण नहीं है, इसमें विश्व के, एशिया के कितने ही देशों की विरासत जुड़ी हुई है. हम सभी जानते हैं कि नालंदा कभी भारत की परंपरा और पहचान का जीवंत केंद्र हुआ करता था. नालंदा का अर्थ है न अलम ददाति इति नालंदा, अर्थात जहां शिक्षा का, ज्ञान के दान का अविरल प्रवाह हो. രാഹുൽ ഗാന്ധിക്ക് ഇന്ന് 54ാം ജന്മദിനം. AICC ആസ്ഥാനത്ത് രാഹുലിന്റെ ജന്മദിനം നേതാക്കളും പ്രവർത്തകരും ആഘോഷമാക്കി. കേക്ക് മുറിച്ചാണ് പിറന്നാൾ മധുരം പങ്കുവച്ചത്. മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ AICC ആസ്ഥാനത്ത് ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി. മുഖ്യമന്ത്രിമാരായ MK സ്റ്റാലിൻ, രേവന്ത് റെഡ്ഡി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അടക്കം നിരവധി നേതാക്കൾ രാഹുലിന് ജന്മദിന ആശംസകൾ നേർന്നു. മോഹൻലാലിനെ വീണ്ടും താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. എതിരില്ലാതെയാണ് മോഹൻലാലിനെ തെരഞ്ഞെടുത്തത്. മോഹൻലാലിന് ഇത് 3ാം ഊഴമാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരം നടക്കുന്നുണ്ട്. ജഗദീഷ്, ജയൻ ചേർത്തല, മഞ്ജു പിള്ള എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർ ആണ് മത്സരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, മോഹൻലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം മറ്റ് സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, വീണ്ടും 3ാം തവണ എതിരില്ലാതെ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാലിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മറ്റ് എതിർ സ്ഥാനാർത്ഥികളൊന്നും തന്നെ ഇതുവരേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാത്തത് കൊണ്ടാണ് മോഹൻലാലിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 30-ാം തീയതിയാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുക. ആ 30-ാം തീയതിയുള്ള തിരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കാണ് മത്സരം നടക്കുന്നത്. ഈ മത്സരത്തിൽ ഈ ഒരു ഭാഗത്തിലേക്ക് കടുത്ത മത്സരമാണ് നടക്കുന്നത്. അതിൽ
വൈസ് പ്രസിഡന്റായി ജഗദീഷ്, ജയൻ ചേർത്തല, മഞ്ജുപിള്ള ഇവർ 3 പേരുമായിരിക്കും മത്സരിക്കുക. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരുമായിരിക്കും മത്സരിക്കുന്നത്. എന്തായാലും 30-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പ് ദിവസമായിരിക്കും എല്ലാ അംഗങ്ങളും എത്തി ഈ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആരാന്നുള്ളതിനെ തിരഞ്ഞെടുക്കുക. വിശദാംശങ്ങളാണ് നവമി ദിനേശ് നൽകിയത്. പന്തീരാങ്കാവ് സ്ത്രീധന പീഡന കേസിൽ എഫ്ഐആർ റദ്ദാക്കണമെന്ന രാഹുലിന്റെ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി നിലപാട് തേടി. കേസ് ഒത്തുതീർപ്പായി എന്ന് രാഹുൽ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി നോട്ടീസ് അയച്ചത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയ സംഭവമാണ്. കോടതിയിലേക്ക് എത്തുന്നതിനു മുമ്പ് തന്നെ പരാതിക്കാരി മൊഴി മാറ്റിയത് പോലീസിനെയും ഏറെ കുഴപ്പിച്ചിരുന്നു. എന്താണിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? അഭിലാഷ്, പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ തനിക്ക് പരാതിക്കാരിക്ക് പരാതിയില്ല, അതുകൊണ്ട് എഫ്ഐആർ റദ്ദാക്കണമെന്ന് പരാതിക്കാരി ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് എന്നാണ് രാഹുൽ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് പ്രതിയായ ഹർജിക്കാരന്റെ ആവശ്യം. ഈ കേസ് പരിഗണിക്കവെയാണ് ഇന്ന് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജിക്ക് എഫ്ഐആർ റദ്ദാക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന് അറിയിക്കാൻ സർക്കാരിനെയും പന്തീരങ്കാവ് SHOയെയും അതുപോലെ പരാതിക്കാരിക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് പരാതിക്കാരി വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്നാണ് ഭർത്താവ് രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിനുള്ള കേസ് ഫയൽ ചെയ്തത് എന്നുള്ള വെളിപ്പെടുത്തലുമായി യൂട്യൂബ് വീഡിയോയിലൂടെ രംഗത്തെത്തിയത്. മാത്രമല്ല, അതേ തുടർന്ന് നാടകീയമായ നീക്കങ്ങളായിരുന്നു പിന്നീടുണ്ടായത്. പരാതിക്കാരി മിസ്സിംഗ് ആണ് എന്ന് വീട്ടുകാർ ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. ഈ പരാതിക്കാരിയെ പെൺകുട്ടിയെ ടെക്നോ പാർക്കിലെ ജീവനക്കാരിയായിരുന്നതുകൊണ്ട് അത് കഴക്കൂട്ടം പോലീസിന് കൈമാറുന്നു. കഴക്കൂട്ടം പോലീസ് പിന്നീട് നടത്തിയ എൻക്വയറിയിലാണ് ഈ പെൺകുട്ടിയെ ഡൽഹിയിലാണെന്ന് കണ്ടെത്തിയത്. തന്നെയല്ല, പിന്നീട് വീട്ടുകാർക്കൊപ്പം ജീവിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പരാതിക്കാരി അറിയിക്കുകയും ചെയ്തു. എന്തായാലും കോഴിക്കോട് മജിസ്ട്രേറ്റിന് മുന്നിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് പരാതിക്കാരി. തന്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് ഇങ്ങനെ രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിന്, സ്ത്രീധന പീഡനത്തിന് താൻ കേസ് നൽകിയിരിക്കുന്നത്. തനിക്ക് പരാതിയില്ല എന്ന് മജിസ്ട്രേറ്റിനെ അറിയിച്ചിട്ടുണ്ട്. ഈ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിയായ രാഹുൽ ഇത്തരത്തിൽ എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇക്കാര്യത്തിൽ സർക്കാരിനും പന്തീരങ്കാവ് CIക്കും അതുപോലെ തന്നെ പരാതിക്കാരിക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ആജ്ഞ നൽകിയത്. കൊണ്ടോട്ടി 4 വയസ്സുകാരന്റെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്ന് റിപ്പോർട്ട്. അനസ്തേഷ്യ നൽകിയതിൽ വന്ന പിഴവാണ് മരണത്തിന് കാരണമായത് എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക സൂചന. ഈ മാസം ആദ്യമാണ് അരിമ്പ്ര സ്വദേശി കൊടക്കാടൻ നിസാറിന്റെ മകൻ മുഹമ്മദ് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ മരിച്ചത്. ഈ മാസം 2-ാം തീയതിയായിരുന്നു സംഭവം. വായിലെ മുറിവിന് ചികിത്സ തേടിയെത്തിയ കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. ശസ്ത്രക്രിയയ്ക്കിടെ കുട്ടിയുടെ മരണവും സംഭവിച്ചു. ചികിത്സാ പിഴവാണെന്ന ആരോപണം ബന്ധുക്കൾ അന്നേ ഉന്നയിച്ചിരുന്നുവെങ്കിലും ആശുപത്രി അധികൃതർ ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിനിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയുടെ വയറ്റിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നെന്നും ശസ്ത്രക്രിയയ്ക്ക് മുൻപേ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. നിയമപരമായി മുന്നോട്ടു പോകാനാണ് കുട്ടിയുടെ ബന്ധുക്കളുടെ തീരുമാനം. ആവശ്യപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെയാണ്. അത് ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം അവരെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവര് ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഡോക്ടർമാരാണെങ്കിലും മനുഷ്യന് വില കൽപ്പിക്കാത്ത ആൾക്കാരാണ് അവരൊക്കെ. അതാണ് അവരെ ഇതിൽ നിന്ന് മനസ്സിലാക്കണത്. ഇത്രയും ദിവസമായിട്ട് അവര് ഒന്ന് വന്ന് ഒരു ഫോൺ കോൾ വന്നിട്ടില്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്താണ്ട് ഒരു ആശ്വാസം തരില്ല. അതും കൂടി അവർ ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊണ്ടോട്ടി ഡിവൈഎസ്പിയാണ് ഇനി അന്വേഷിക്കുക. പോലീസ് അന്വേഷണമല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് വേണ്ടതെന്നും കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെടുന്നു. ഇനി നിയമത്തിൻ്റെ വഴിക്ക് മുന്നോട്ട് പോവാം. അതേപോലെ ഇപ്പോൾ അന്വേഷണം ഡിവൈഎസ്പി കൊടുത്തിനായിരുന്നു. അത് ക്രൈംബ്രാഞ്ചിക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളതും കൂടി നോക്കണം. എന്താ വെച്ചാൽ ഇതൊന്നും കൂടി മറ്റൊരാൾക്ക് ഇനി നമ്മളെ കുട്ടി ഏതായാലും നഷ്ടപ്പെട്ടു പോയി. ഇനിയൊരു വേറൊരാൾക്ക് ഇതേപോലെ ഒന്നും സംഭവിക്കരുത്. അത് ഹോസ്പിറ്റലുകാരും ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. എന്താ നമ്മൾ ഹോസ്പിറ്റലുകാർ വിശ്വസിച്ച് കൊണ്ടുപോകണതാണ്. അപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് അനാസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനാസ്ഥയാണ് ഞങ്ങൾ സംഭവിക്കുന്നത്.
എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് കൊണ്ടോട്ടി മേഴ്സി ആശുപത്രി അധികൃതർ. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരത്ത് യുവാവ് ചികിത്സ ലഭിക്കാതെ മരിച്ചുവെന്ന് പരാതി. തിരുവനന്തപുരം പാലോട് സ്വദേശി അഖിൽ മോഹനനാണ് മരിച്ചത്. ആശുപത്രിക്ക് എതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നു. തിരുവനന്തപുരം SK ഹോസ്പിറ്റലിന് എതിരെ ആണ് പരാതി. സ്വകാര്യ ആശുപത്രിയിൽ അഖിലിന് മണിക്കൂറുകളോളം ചികിത്സ നിഷേധിച്ചെന്നും ഇതേ തുടർന്ന് മരണം സംഭവിച്ചുവെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാലോട് സ്വദേശി അഖിൽ ജോലി സ്ഥലത്ത് കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചികിത്സ നൽകാൻ ആവശ്യമായ സൗകര്യങ്ങളില്ല എന്ന് ജീവനക്കാർ അറിയിച്ചുവെന്ന് അഖിലിൻ്റെ ബന്ധുക്കൾ പറയുന്നു. അത് വലിയൊരു ആരോപണമായി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകിയില്ല എന്നത് ആദ്യത്തെ ചോദ്യമായി അവശേഷിക്കുന്നു. തുടർന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഈ ചികിത്സാ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇടപ്പഴിഞ്ഞി SK ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവർ ആവശ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത്തെ ആശുപത്രിയിലേക്ക് അഖിലിനെ കൊണ്ടുപോകുന്നത്. അവിടെ എത്തിച്ചെങ്കിലും ജൂനിയർ ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത്. ആദ്യം ബ്ലോക്ക് ഉണ്ട് എന്ന് പറയുന്നു. തുടർന്ന് ചില പരിശോധനകൾ നടത്തുന്നു. അതിനുശേഷം ബന്ധുക്കളെ അകത്തേക്ക് കൊണ്ടുപോയി സിസ്റ്റത്തിൽ ചില ചിത്രങ്ങൾ കാണിക്കുന്നു. ബ്ലോക്ക് ഇല്ല എന്ന് പറഞ്ഞു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ സമയം അത്രയും നെഞ്ചുവേദന കൊണ്ട് അഖിൽ പുളയുകയായിരുന്നു. ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളില്ല എന്ന് ആദ്യം ഡോക്ടർമാർ പറഞ്ഞു. ആൻജിയോഗ്രാം നൽകിയതുമില്ല. ആ തരത്തിലുള്ള ചികിത്സയിലേക്ക് പോയതുമില്ല. തുടർന്ന് സീനിയർ ഡോക്ടറെ അറിയിക്കുകയും അദ്ദേഹം അവിടെ വരികയും അപ്പോഴും കൃത്യമായ ചികിത്സ നൽകിയില്ല എന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ആൻജിയോഗ്രാം ചെയ്തോ ഇല്ലെന്നും നമുക്ക് അറിഞ്ഞൂടാ. അവർ CD തന്നിട്ടില്ല, ഡ്രൈവ് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഇതിന്റെ ഒന്നും സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. 48 മണിക്കൂർ ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞു. ഒന്നുമില്ല. ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പറ, എന്ത് ചെയ്യണം നിങ്ങൾ പറ. അവർ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് തന്നെ സംസാരിക്കണം. ഇവിടെ വെച്ച് നിങ്ങൾ എല്ലാവരും കേട്ടോ തന്നെ സംസാരിക്കണമെന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. ചികിത്സാ പിഴവ് തന്നെയാണ് ഒരു ഭാഗത്തു നിന്നുള്ള വീഴ്ച. ഇവര് ശരിക്കും എന്റെ മക്കളെ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ വരികയെന്ന് ഞങ്ങൾ വന്നപ്പോൾ നല്ലപോലെ വന്ന എന്റെ മക്കളാണ്. ഈ സമയത്ത് ഛർദി അനുഭവപ്പെടുന്നു, തീരെ അവശനാകുന്നു, തുടർന്ന് മരണം സംഭവിക്കുന്നു. അതിനുശേഷവും അവിടെ ചില തട്ടിപ്പുകൾ നടന്നു. മരണത്തിന് ശേഷം വീണ്ടും ആൻജിയോഗ്രാമിന് വിധേയമാക്കി എന്ന തരത്തിൽ രേഖ ഉണ്ടാക്കുകയും വെന്റിലേറ്ററിൽ സൂക്ഷിച്ചു എന്ന നിലയ്ക്ക്, വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്ന നിലയ്ക്ക് രേഖയുണ്ടാക്കിയെന്നും പറയുന്നു. ഇത് പണം തട്ടിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു എന്ന ആരോപണമാണ് മറ്റൊന്നായി ബന്ധുക്കൾ ഉയർത്തുന്നത്. 30 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ അച്ഛനാണ് അഖിൽ. പാലോടാണ് അഖിലിൻ്റെ വീട്. ഭാര്യ വീട് അരുവിക്കരയാണ്. ഇപ്പോൾ പ്രസവശേഷം ഭാര്യ അവരുടെ വീട്ടിൽ തുടരുകയാണ്. പോലീസിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ നടപടികൾ ആവശ്യപ്പെടാനാണ് കുടുംബം ആലോചിക്കുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ അടിയന്തര അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. 3 വർഷം മുമ്പ് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ് മരിച്ച മകളുടെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് പിതാവ് രംഗത്ത്. കാൽ വഴുതി വീണാണ് കൊച്ചിയിലെ ഫ്ളാറ്റിന്റെ 10ാമത്തെ നിലയിൽ നിന്ന് ഐറിൻ റോയ് എന്ന 18കാരി മരിച്ചത് എന്നായിരുന്നു നിഗമനം. എന്നാൽ ഐറിന്റെ മരണത്തിൽ തന്റെ ബന്ധുവായ പെൺകുട്ടിയുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് പിതാവ് റോയ്. 2021 ഓഗസ്റ്റിലാണ് ചാലക്കുടി സ്വദേശി റോയിയുടെ മകൾ ഐറിൻ റോയ് എറണാകുളത്തെ ശാന്തി തൊട്ടേക്കാട്ട് എസ്റ്റേറ്റ് എന്ന അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്നും വീണു മരിച്ചത്. ഫ്ളാറ്റിന്റെ 10ാം നിലയിലെ ടെറസിൽ സഹോദരനോടൊപ്പം നടക്കുന്നതിനിടെ കാലുവഴുതി വീണെന്നായിരുന്നു നിഗമനം. എന്നാൽ തന്റെ ബന്ധുവായ പെൺകുട്ടിയുമായുള്ള പിടിവലിയെ തുടർന്നാണ് ഐറിൻ മരിച്ചതെന്നാരോപിച്ച് പിതാവ് റോയ് യൂക്കൻ രംഗത്തെത്തി. വിഷയത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റോയ് പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ സംശയിക്കുന്ന മെയിൻ പ്രതിയെ ഇന്നേ വരെ ഒരു ചോദ്യം ചെയ്തിട്ടില്ല. അതുമല്ല, ഞാൻ ഈ റീഇൻവെസ്റ്റിഗേഷന് കൊടുത്ത വഴി പുള്ളിക്കാരത്തി വിദേശത്തേക്ക് രക്ഷപ്പെട്ടു. അത് രക്ഷപ്പെടാനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തത് അന്ന് ഈ കേസ് അന്വേഷിക്കുന്ന 2 SIമാരാണ് അതിൻ്റെ പുറകിൽ കളിച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ ഒരു ഒളിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ആദ്യമേ സംശയം വരാൻ കാരണം അവിടെ ഉണ്ടായിരുന്ന ക്യാമറകൾ മാറ്റി. പിന്നെ ഈ കൊച്ചിനെ കൊണ്ടുപോയി ഇവിടുന്ന് വീണിട്ട് പോലും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം അവർ തൊട്ടടുത്ത് കിടക്കുന്ന മെഡിക്കൽ ടെസ്റ്റിൽ എത്തിച്ചത്. അതിനിടയ്ക്ക് അവർ അന്വേഷണം വഴിവെച്ച് വേറെ വഴിക്ക് വിടാനൊക്കെ മാറ്റി നോക്കിയവർ. ഇതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ സംതിങ് ഇതിനകത്ത് ഉണ്ട്, എൻ്റെ പുറകിലുണ്ട്. സംഭവ ദിവസം ഐറിനും സഹോദരൻ അലനും ബന്ധുവായ പെൺകുട്ടിയും ചേർന്ന് ഫ്ളാറ്റിന് മുകളിൽ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം. ഈ സമയത്തുണ്ടായ തർക്കത്തിനിടെയാണ് ഐറിൻ വീഴുന്നത്. ഐറിന്റെ മരണശേഷം ആരോപണ വിധേയരായ ബന്ധുക്കളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നുവെന്നും റോയ് ആരോപിക്കുന്നു.
ഉയർന്ന ശമ്പളമുള്ള ജോലിയുണ്ടായിരുന്നിട്ടും പെൺകുട്ടി വളരെ പെട്ടെന്ന് വിദേശത്തേക്ക് പഠനത്തിന് പോയതിൽ റോയി ദുരൂഹത ആരോപിക്കുന്നു. ബന്ധുവിന്റെ വീട്ടിലെ ചുമരിൽ തൂക്കാൻ ആയിരന്റെ ചിത്രവുമായി ചെന്നപ്പോൾ പെൺകുട്ടി അതിശക്തമായി എതിർത്തതും ദുരൂഹതയുണ്ടാക്കുന്നു. നിലവിൽ വിദേശത്തുള്ള റോയി ഇമെയിൽ വഴിയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ആലുവയിൽ 1 കോടി രൂപ വില വരുന്ന MDMA പിടികൂടിയ കേസിലെ പ്രതി സർമീൻ അക്തർ NCBയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളയാൾ. ലഹരിക്കടത്ത് സംശയിച്ച് ഇവരെ മുൻപ് 2 തവണ NCB ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ പക്കൽ നിന്നും ലഹരി വാങ്ങാൻ എത്തിയ യുവാവും അറസ്റ്റിലായിട്ടുണ്ട്. വൈകിട്ട് 5 മണിയോടെയാണ് ദില്ലിയിൽ നിന്നും വന്ന കേരള എക്സ്പ്രസിൽ മയക്കുമരുന്നുമായി യുവതി എത്തിയത്. റൂറൽ SP വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ സന്ദേശത്തെ തുടർന്ന് ആലുവ പോലീസ് പ്രത്യേക സംഘമാണ് ഇവരെ കണ്ടെത്തിയത്. വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. ബംഗളൂരു മുനീശ്വര നഗർ സ്വദേശിനിയായ സർമിൻ ലഹരിക്കടത്തിൽ ബംഗളൂരിലെ മുഖ്യ കണ്ണിയാണ്. ലഹരിക്കടത്ത് സംശയിച്ചവരെ മുൻപ് 2 തവണ NCB ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ പക്കൽ നിന്നും ലഹരി വാങ്ങാനെത്തിയ യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ആലുവ CI മഞ്ജുദാസ്, SI ശ്രീലാൽ, SI നന്ദകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു MDMA പിടികൂടിയത്. ന്യൂസ് 18 കൊച്ചി. ആമസോൺ പാക്കേജിൽ മൂർഖൻ പാമ്പ്. ബംഗളൂരു സർജാപൂർ സ്വദേശിയായ തൻവിക്കാണ് വിഷപ്പാമ്പ് കൊറിയറായി ലഭിച്ചത്. എക്സ്ബോക്സ കൺട്രോളറാണ് തൻവി ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നത്. പാക്കറ്റ് തുറന്നപ്പോൾ പാമ്പിന്റെ ചീറ്റുന്ന ശബ്ദം കേട്ട തൻവി ഞെട്ടിപ്പോയി. പക്ഷേ പാമ്പിന് പാക്കറ്റിനുള്ളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാത്തതിനാൽ അപകടമൊന്നും സംഭവിച്ചില്ല. വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, പാക്കറ്റിനുള്ളിൽ എങ്ങനെയാണ് പാമ്പ് വന്നത് എന്നതിന്റെ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അഭിലാഷ്, പാക്കറ്റിനുള്ളിൽ എങ്ങനെയാണ് പാമ്പ് വന്നത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ പാമ്പ് ഉണ്ടായിരുന്നു എന്നതാണ് സ്ഥിരീകരണം. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം വിഷപ്പാമ്പായിരുന്നു, മൂർഖൻ പാമ്പായിരുന്നു. കടിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലാണ് ഉള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ഓൺലൈനിൽ സാധനങ്ങൾ വരുത്തുകയും പ്രത്യേകിച്ചും ആമസോണിനെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അതിനിടയിൽ പലതരത്തിൽ വസ്തുക്കൾ, അതായത് ഓർഡർ ചെയ്ത വസ്തുവിന് പകരം മറ്റു പല വസ്തുക്കളും വരാറുണ്ട് എങ്കിൽ കൂടിയും ഇത്രയും ഗുരുതരമായ തരത്തിൽ ഒരു വീഴ്ച സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ വിഷപ്പാമ്പായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ യുവതി രക്ഷപ്പെട്ടിരിക്കുന്നത്. ബംഗളൂരുവിലെ സർജാപൂർ സ്വദേശിയായ തൻവിക്കാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ പാമ്പ് പാക്കറ്റ് തുറന്ന ഉടൻ തന്നെ പാമ്പിന്റെ ഒരു ചീറ്റുന്ന ശബ്ദം യുവതി കേൾക്കുകയുണ്ടായി. തുടർന്ന് നോക്കിയപ്പോൾ പാമ്പായിരുന്നു, അതിനകത്ത് ഒരു വിഷപ്പാമ്പായിരുന്നു. ഈ വിഷപ്പാമ്പ് പുറത്തു കടക്കാൻ വിഷപ്പാമ്പിന് സാധിച്ചില്ല. ടേപ്പിനുള്ളിൽ ഇതിന്റെ തല കുടുങ്ങിപ്പോയത് കൊണ്ട് മാത്രമാണ് ഈ പാമ്പിന് പുറത്തു കടക്കാൻ സാധിക്കാതിരുന്നത്. അല്ലാത്ത പക്ഷം യുവതി ഈ പാക്കറ്റിനകത്തേക്ക് കൈയിട്ടിരുന്നെങ്കിൽ പോലും വലിയ തോതിൽ ഒരു അപകടം, മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ ഭാഗമായി ആമസോണിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. ക്ഷമിക്കണം, അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ആമസോണിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇപ്പോൾ ഈ ഓൺലൈൻ പർച്ചേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് സുബി വിശ്വനാഥൻ നൽകിയത്. +1 പ്രവേശനം ജൂൺ മാസം പൂർത്തീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. ജൂൺ 24-ന് ക്ലാസുകൾ ആരംഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കും. സ്കൂളുകളിൽ AI സാങ്കേതിക വിദ്യ സൗഹൃദ ക്ലാസുകൾ ആരംഭിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. മുഖ്യ അലോട്ട്മെന്റ് പ്രകാരം പ്രവേശനം നമുക്ക് ജൂൺ മാസം 21-ന് പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ജൂൺ മാസം 24-ാം തീയതി ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള നിലയിലാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതെല്ലാം സമയബന്ധമായി തന്നെ പോവുകയാണ് സാർ. പ്രഖ്യാപിച്ച സമയത്ത് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്.
കണ്ണൂർ കളക്ടറേറ്റിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത പ്രവർത്തകർ വാഹനത്തിൽ കയറാതെ പ്രതിഷേധിച്ചു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുക, കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി സിലബസ് പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും വഴിയിൽ ഇറങ്ങി നടക്കാൻ അനുവദിക്കില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. സ്കൂൾ പ്രവൃത്തി ദിനം 220 വർദ്ധിപ്പിച്ചതിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. ഹർജി ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. പ്രതിപക്ഷ അധ്യാപക സംഘടനയായ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഹർജിക്കാർ. 220 ദിവസം പ്രവൃത്തി ദിനമാക്കിയ സർക്കാർ തീരുമാനം തങ്ങളടക്കമുള്ള കക്ഷികളെ കേൾക്കാതെയാണ് എന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡയറക്ടർ, ഹർജിക്കാരായ മൂവാറ്റുപുഴ വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ എന്നിവരെ എതിർകക്ഷിയാക്കിയാണ് ഹർജി. താമസക്കാർക്ക് ഛർദിയും വയറിളക്കവും ഉണ്ടായ കാക്കനാട് DLF ഫ്ളാറ്റിൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള സംവിധാനം ഇല്ലെന്ന് താമസക്കാർ. നേരത്തെ E. കോളി ബാക്ടീരിയ സ്ഥിരീകരിച്ച വിവരം ഫ്ളാറ്റിൽ ഉള്ളവരോട് അസോസിയേഷൻ പറഞ്ഞില്ല എന്നും താമസക്കാർ ആരോപിക്കുന്നു. അതേസമയം സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ട് വൈകുകയാണ്. ഏത് ജലസ്രോതസ്സിൽ നിന്നാണ് രോഗം പടർന്നത് എന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. കാക്കനാട് DLF ഫ്ളാറ്റിലെ അന്തേവാസികൾക്ക് വയറിളക്കവും ഛർദിലും പിടിപെട്ട സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ ഫലം ഇതുവരേക്കും ലഭ്യമായിട്ടില്ല. ഇന്നലെ വൈകുന്നേരം മാത്രമാണ് ഇവിടെ നിന്നുള്ള ജലസ്രോതസ്സുകളിൽ നിന്നും ജലം ശേഖരിച്ചതിനു ശേഷം പരിശോധനയ്ക്കായി ലാബുകളിലേക്ക് കൊണ്ടുപോയത്. 2 ദിവസം കൂടി എടുക്കും ഈ ഒരു റിസൾട്ട് കിട്ടാനെന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതിനോടകം തന്നെ 400-ലധികം പേരാണ് വിവിധ ആശുപത്രികളിലും വീടുകളിലുമായി സമാനമായിട്ടുള്ള രോഗലക്ഷണവുമായി ചികിത്സ തേടിയിരിക്കുന്നത്. ഈ DLF ഫ്ളാറ്റിലേക്ക് ഇപ്പോൾ കുടിവെള്ളം എത്തിക്കുന്നത് ടാങ്കർ വഴിയാണ്. ഇവിടെയുള്ള ജലസ്രോതസ്സുകൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഡബിൾ ക്ലോറിനേഷൻ അടക്കം നടത്തിയെങ്കിൽ പോലും ഇവിടെ താമസിക്കുന്നവർക്ക് അതിൽ നിന്നും വെള്ളം ഉപയോഗിക്കേണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകരം സർക്കാർ തന്നെ ഇവിടേക്ക് കുടിവെള്ളം വിതരണം ചെയ്യും. ടാങ്കറുകളിലാണ് ഇവിടേക്ക് വെള്ളം എത്തിക്കുന്നതും. അതും കൃത്യമായിട്ടുള്ള ക്ലോറിനേറ്റ് ചെയ്തിട്ടുള്ള വെള്ളം തന്നെയാണ് ഇവിടേക്കും എത്തിക്കുന്നത്. വെള്ളം ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക എന്നുള്ള അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ ആരോഗ്യ വകുപ്പ് ഇവിടെ എത്തി ഫ്ളാറ്റിലെ ഓരോ അന്തേവാസികളെയും കണ്ട് വിവരം അറിയിച്ചിട്ടുണ്ട്. 25ഓളം കുട്ടികളും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പക്ഷേ അപകടകരമായിട്ടുള്ള ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് വലിയൊരു ആശ്വാസവും. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിലാണ് ഈ DLF ഫ്ളാറ്റിലെ അന്തേവാസികൾക്ക് ഓരോരുത്തർക്കുമായി ഇത്തരത്തിൽ പനിയും ഛർദിലും വയറിളക്കവും ഒക്കെ അനുഭവപ്പെടുന്നത്. ആദ്യം അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല എങ്കിലും പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും ഈ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. പിന്നീടുള്ള പരിശോധനയിലാണ് ഈ അന്തേവാസി തന്നെ ഒരു വ്യക്തി ഈ ലാബിൽ ഈ വെള്ളം കൊണ്ടുപോയി നടത്തിയ പരിശോധനയിലാണ് E. കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പക്ഷേ ഇത് അസോസിയേഷനെ അറിയിച്ചുവെങ്കിലും അവർ കൃത്യമായൊരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ള പരാതി കൂടി നാട്ടുകാർ ഈ താമസിക്കുന്നവർ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ആരാണോ ഇപ്പോൾ നൽകിയിരിക്കുന്നത്, അതായത് ഇപ്പോൾ ലഭിക്കുന്ന കുടിവെള്ളം ഇവിടെ പര്യാപ്തമല്ല എന്നും ഇനി ഇപ്പോഴുള്ള സ്രോതസ്സുകൾ ഇനി ദീർഘനാൾ അടച്ചിടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം ഈ ഫ്ളാറ്റുകളിൽ ആവശ്യമായി വരുമെന്നും ഇവിടുത്തെ താമസക്കാരൻ പറയുന്നുണ്ട്. ആവറേജ് കൺസംഷൻ 4.75 to 5 lakh liters per day ആണ്. നമുക്ക് KWA നിന്ന് വരുന്ന വെള്ളം ലെസ് ദാൻ 25,000 liters ആണ്. അതും എല്ലാ ദിവസവും കിട്ടത്തുമില്ല. നമുക്ക് നമ്മുടെ ബോർവെല്ലുണ്ട്. നമുക്ക് വാട്ടർ സെൽഫ് സഫീഷ്യന്റ് ആണ്. ക്വാളിറ്റി ഓഫ് വാട്ടർ ആണ് നമ്മുടെ ഇഷ്യൂ. നമുക്ക് ബോർവെല്ലുണ്ട്. ചില ബോറിൽ 2000 വരെയാണ് TDS. ദാറ്റ് ഇസ് നോട്ട് ഡ്രിങ്കബിൾ. അപ്പം നമുക്ക് ആ വെള്ളത്തിന്റെ TDS കുറയ്ക്കാനാണ് നമ്മൾ ടാങ്കർ വെള്ളം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ബോറുണ്ട്, കിണറുണ്ട്, KWAയുടെ വെള്ളമുണ്ട്. ഇതിന്റെ എല്ലാം മിക്സ് ആണ് ഇതിന് മുന്നേ വരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ലാസ്റ്റ് 8 months ആയിട്ടാണ് നമ്മൾ ടാങ്കർ വാട്ടർ റിലൈ ചെയ്ത് തുടങ്ങിയത്. ബട്ട് ഈ ഒരു ഔട്ട് ബ്രേക്കിന്റെ എക്സാക്ട് റീസൺ ഏത് സോഴ്സ് ആണെന്നുള്ളത് നമ്മൾ എല്ലാ വെള്ളവും ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ.
എന്നാലും ആരോഗ്യ വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ അസോസിയേഷന്റെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന ഇല്ലാത്തതാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണമായി കണക്കാക്കുന്നത്. ഒരു മുന്നറിയിപ്പ് പോലും അസോസിയേഷൻ ഇവിടെ ഉള്ള താമസിക്കുന്നവർക്ക് നൽകിയിട്ടില്ല. ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു എന്നും നാട്ടുകാർ ഈ താമസിക്കുന്നവർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ കളക്ടർ ആവശ്യപ്പെട്ട റിപ്പോർട്ട് DMAക്ക് കൈമാറാൻ സാധിക്കുകയുള്ളൂ. ഈ റിപ്പോർട്ട് വൈകുന്നിടത്തോളം കൂടിയും ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഈ താമസിക്കുന്നവരുടെ ആശങ്കയും വർദ്ധിക്കുകയാണ്. മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടക്കാത്തതിനെ തുടർന്ന് ദുർഗന്ധത്തിൽ മുങ്ങി പാലക്കാട് നഗരം. മഴ ശക്തമാകുന്നതോടെ പകർച്ചവ്യാധി പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് നഗരവാസികൾ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മലീമസമായ നഗരങ്ങളിൽ ഒന്നാണ് പാലക്കാട്. നഗര പ്രാന്തപ്രദേശങ്ങളിൽ അലക്ഷ്യമായി തള്ളിയ മാലിന്യങ്ങൾ പതിവ് കാഴ്ചയാണ്. നഗരസഭയുടെ മാലിന്യ വണ്ടികൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ടെങ്കിലും കാര്യമായ പ്രയോജനമില്ല. ശുചീകരണ തൊഴിലാളികളുടെ പ്രശ്നമല്ല, നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിലെ താളപ്പിഴയാണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തു നിന്നുള്ള വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ ഡംപ് ചെയ്യാണ് ഇവര്. ഇത് കറക്റ്റായി അവർ സമയത്തിന് സംസ്കരിക്കുക ഒന്നും ചെയ്യില്ല. മാത്രമല്ല ഇവർ വന്നിട്ട് നേരെ, ഇതിപ്പോൾ വെള്ളം പോണ ചാലാണിത്, അതിലേക്ക് നേരെ അങ്ങോട്ട് അവർ തള്ളിയിട്ടിട്ട് പിന്നെ അത് ചാലടയും. ഇവിടെ കുറച്ച് മഴ പെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ ഭാഗം മുഴുവൻ അങ്ങനെ വെള്ളക്കെട്ടാണ്. നല്ല ഹൈറ്റിൽ വെള്ളം വന്ന് വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയാണിത്. വേസ്റ്റ് അങ്ങനെ മുഴുവൻ മുനിസിപ്പാലിറ്റി ഒന്നും അധികം പെട്ടെന്നൊന്നും മാറ്റിപ്പോയില്ല. പഴയ മാതിരി തന്നെ പലഭാഗത്തും കിടക്കുന്നുണ്ട് വേസ്റ്റ്. ഓടകളിൽ മാലിന്യം കെട്ടിക്കിടന്ന് ദുർഗന്ധമയമാണ്. പട്ടിക്കര ബൈപ്പാസ്, സ്റ്റേഡിയം ജംഗ്ഷൻ പരിസരം, സുൽത്താൻപേട്ട് ജില്ലാ ആശുപത്രി പരിസരങ്ങളിലൂടെ മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയില്ല. മഴ ശക്തമായാൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കുമോ എന്ന ആശങ്കയിലാണ് നഗരവാസികൾ. ന്യൂസ് 18 പാലക്കാട്. പൂവച്ചൽ ഖാദർ മാധ്യമ പുരസ്കാരം ന്യൂസ് 18. മികച്ച ക്രൈം റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം VV വിനോദിനാണ് ലഭിച്ചത്. ഈ മാസം 21 നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം സമ്മാനിക്കും. തമിഴ്നാട്ടിലെ ആത്തൂരിൽ 100 അടി താഴ്ചയുള്ള കിണറ്റിൽ വീണ ദമ്പതികളെ അഗ്നിരക്ഷാസേനാംഗങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ആത്തൂർ സ്വദേശികളായ വെങ്കടേഷും കവിതയുമാണ് ഇന്നലെ വൈകിട്ട് കൃഷിയിടത്തിന് സമീപത്തുകൂടി നടക്കുമ്പോൾ ഉപയോഗശൂന്യമായി കിണറ്റിൽ വീണത്. കിണറിൽ 30 അടിയോളം വെള്ളം ഉണ്ടായിരുന്നു. നീന്തി കിണറിന്റെ ഓരത്ത് പിടിച്ചു നിന്ന ഇവരുടെ കരച്ചിൽ കേട്ട് നാട്ടുകാരാണ് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചത്. ഫയർ ഓഫീസർ അശോകനും സംഘവും കയറും വലയും ഉപയോഗിച്ച് അരമണിക്കൂർ കൊണ്ട് ഇവരെ കരയ്ക്ക് എത്തിക്കുകയായിരുന്നു. ഇരുവരെയും ആത്തൂർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. அந்த மூளை இல்ல லூஸ் விட்டாச்சு பா, அந்த மூளை இல்லைங்க. லூஸ் விட்டாச்சு இல்ல, நீ இல்லங்க இல்ல 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 தூரலுங்க தூரலுங்க ஐயா தூரலுங்க தூரலுங்க மேல எடுத்துங்க இல்லப்பா காலு 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 என்ன உங்களுக்கு ஏன் டாக்டர் ஆபீஸ் வந்துச்சு. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5515 രൂപ, പവന് 44,120 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ,
കിലോഗ്രാമിന് 94,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. Wedding collections from Kavita Gold and Diamonds. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.